അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധമായ റമദാൻ എല്ലാ നിലയ്ക്കും അല്ലാഹു അനുകൂലമാക്കി, സന്തോഷത്തിലാക്കി, റാഹത്തിലാക്കി, സലാമത്തിലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. നാം ചെയ്യുന്ന ആരാധനകളും ഇബാദത്തുകളും ദാനധർമ്മങ്ങളും ഇഫ്താറുകളും മറ്റുള്ള എല്ലാ സുഹൃതങ്ങളും രാജാതിരാജനായ റബ്ബ് സ്വീകരിച്ച് അളവറ്റ പ്രതിഫലം ദുനിയാവിലും ആഖിറത്തിലും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധമായ റമദാന്റെ ആദ്യത്തെ 10 അവസാനിക്കുന്നു. രണ്ടാമത്തെ 10 നമ്മളിലേക്ക് കടന്നു വരുന്നു. റഹ്മത്തിന്റെ 10 ആദ്യത്തെ 10. രണ്ടാമത്തെ 10 മഗ്ഫിറത്തിന്റെ 10. അല്ലാഹുമ്മ ഗ്ഫിർ ലീ ദുനൂബി യാ റബ്ബൽ ആലമീൻ. റബ്ബിനോട് നമ്മൾ അകമഴിഞ്ഞ് കേണപേക്ഷിക്കണം നമ്മുടെ പാപങ്ങൾ പൊറുക്കാൻ. അറിഞ്ഞും അറിയാതെയും നമ്മുടെ കണ്ണുകൊണ്ട്, നമ്മുടെ നാവ് കൊണ്ട്, നമ്മുടെ ചിന്തകൾ കൊണ്ട്, നമ്മുടെ കൈകൾ കൊണ്ട്, നമ്മുടെ കാലുകൾ കൊണ്ട്, നമ്മുടെ അവയവങ്ങൾ കൊണ്ടെല്ലാം ഒരുപാട് അപരാധങ്ങൾ അറിഞ്ഞും അറിയാതെയും വന്നിട്ടുണ്ടാകും. പാപങ്ങൾ പൊറുക്കാതെ മരണപ്പെട്ടാൽ നമുക്ക് രക്ഷയില്ല. അതുകൊണ്ട് പാപങ്ങൾ പൊറുക്കാൻ വേണ്ടി റബ്ബിനോട് ചോദിച്ചു വാങ്ങേണ്ട ദിനങ്ങളാണ് ഇത് നമ്മളിലേക്ക് കടന്നു വരുന്നത്. ഒരിക്കലും ഒരു അമാന്തവും കാണിക്കരുത്. പറയണം, 100 കണക്കിന് പറയണം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അല്ലാഹുവേ നിന്നോട് ഞാൻ അലീമായ റബ്ബേ പൊറുക്കലിനെ ചോദിക്കുന്നു എന്ന് റബ്ബിനോട് പറയണം. റബ്ബിന് വലിയ ഇഷ്ടമാണ് നമ്മുടെ പാവങ്ങൾ പൊറുക്കാൻ. അല്ലാഹു കാത്തിരിക്കുകയാണ്. എത്ര വലിയ തെറ്റ് ചെയ്തവനായാലും പൊറുക്കും. 100 പേരെ കൊന്നവരും അല്ലാഹു പുറത്തു കൊടുത്തിട്ടുണ്ട്. വലിയ അപരാധങ്ങൾ ചെയ്തവർക്ക് അല്ലാഹു പുറത്തു കൊടുത്തിട്ടുണ്ട്. ഒരു അപരാധം, ഒരു വലിയ തെറ്റ്, ലോകം മറക്കാത്ത ഒരു തെറ്റ് സംഭവിച്ച ഒരാൾക്കും അല്ലാഹു പുറത്തു കൊടുത്തിട്ടുണ്ട്. ആ ഒരൊറ്റ ചരിത്രം വളരെ എളുപ്പത്തിൽ പറഞ്ഞ് ഇൻഷാ അല്ലാഹ് നമുക്ക് വിരമിക്കാം. എന്താണത്? ചരിത്രത്തിൽ തുല്യതയില്ലാത്ത, ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ലാത്ത, മറക്കാൻ കഴിയാത്ത, മറക്കാൻ വിചാരിച്ചാലും കഴിയാത്ത വലിയൊരു സംഭവം അങ്ങ് ഉഹദ്. മദീന മുനവ്വറയുടെ സമീപത്തുള്ള ഉഹദ്. ഉഹദ് എന്ന് കേൾക്കുമ്പോൾ ബദറും ഉഹദൊക്കെ നമ്മുടെ ചരിത്രത്തിലേക്ക്, നമ്മുടെ മനസ്സിലേക്ക്, മനോമുഖരത്തിലേക്ക് കടന്നു വരും. ആ ഉഹദ് യുദ്ധത്തിൽ ഒരു സംഭവം ഉണ്ടായി. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതൃവ്യൻ ഹംസ റളിയല്ലാഹു അൻഹുവിനെ വധിച്ച ഒരു സംഭവം. ആരാണ് വധിച്ചത്? വഹ്ശി എന്ന് പറയുന്ന ഹിന്ദി എന്ന സഹോദരിയുടെ ആ സഹോദരിയും ശേഷം മുസ്ലിമായി. അത് ഇൻഷാ അല്ലാഹ് സൗകര്യം പോലെ പറയാം. ആ ഹിന്ദിന്റെ അടിമയായിരുന്നു വഹ്ശി. ഹിന്ദ് എന്ന് പറയുന്ന സഹോദരിയുടെ പിതാവിനെ ബദറിൽ വെച്ച് കൊന്നതിന്റെ പ്രതികാരം തീർക്കാൻ അടിമയായ വഹ്ശിയെ ചാക്കിട്ടു പിടിക്കുകയും വഹ്ശിക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ സാമ്പത്തികത്തിന്റെ വലിയ സാമ്പത്തിക സ്രോതസ് കണ്ടപ്പോ വഹ്ശി അംഗീകരിക്കുകയും, ചുരുക്കി പറഞ്ഞാൽ ഹംസ റളിയല്ലാഹു അൻഹുവിനെ വഹ്ശി ചാട്ടുളി വെച്ച് എറിഞ്ഞു കൊല്ലുകയാണ്. അതിനുശേഷമുണ്ടായ സംഭവം ഇപ്പോൾ ഞാൻ പറയുന്നില്ല. വഹ്ശി കുറെ നാൾ കഴിഞ്ഞ് മാനസാന്തരമുണ്ടായി. ഞാനൊരു വ്യക്തിയെ കൊന്നു. ആ വ്യക്തി ആരാണ്? ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃവ്യനാണല്ലോ. അന്തസ്സോടെ അഭിമാനത്തോടുകൂടി ജീവിക്കുന്ന മാന്യരായ ഒരു മനുഷ്യനെയാണല്ലോ ഞാൻ കൊന്നത് എന്നുള്ള വലിയ അപരാധം, ആ തെറ്റ്, ആ കുറ്റം മനസ്സിലേറി വിഷമിച്ചുകൊണ്ട് നടക്കുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ എനിക്ക് മുസ്ലിം ആകണം എന്നുള്ള ആ ഒരു ചിന്ത മനസ്സിൽ വന്ന്, ഞാൻ ചെയ്ത തെറ്റിന് പരിഹാരം, ഞാൻ ചെയ്ത തെറ്റിന് പൊരുത്തപ്പെടണം, ഞാൻ ചെയ്ത തെറ്റ് പൊറുക്കണം, അല്ലാഹു തആല പൊറുക്കണം. എങ്ങനെ പൊറുക്കാനാണ്? ഇത്രമാത്രം വലിയൊരു അപരാധം ആരും ചെയ്തിട്ടില്ലല്ലോ. ഏതായാലും അന്നത്തെ വഹ്ശിയുടെ തീരുമാനപ്രകാരവും ചിന്തപ്രകാരവും മുഹമ്മദിനെ സമീപിക്കുകയല്ലാതെ മറ്റൊരു മാർഗവുമില്ല. അങ്ങനെ ഖതബ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ മക്കത്ത, മക്കയിൽ നിന്ന് വഹ്ശി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് കത്തയക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് ഫുള്ളും നിങ്ങൾ കേൾക്കണം. മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. എന്താണ് കത്തിൽ എഴുതിയത്? ഇന്നി ഉരീദു അൻ അസ്ലമ, ഞാൻ മുസ്ലിമാകാൻ ആഗ്രഹിക്കുന്നു മുഹമ്മദേ.
പക്ഷേ വലാകിൻ യംനഉനി അനിൽ ഇസ്ലാമി ആയത്തുൻ മിനൽ ഖുർആനി നസലത് അലൈക. എനിക്ക് ഇസ്ലാമിലേക്ക് വരണം, അങ്ങയെ കാണണം, ഇസ്ലാമിൽ ജീവിക്കണം എന്ന് അതിയായ ആഗ്രഹമുണ്ട്, എൻ്റെ പാപങ്ങൾ പൊറുക്കണം. പക്ഷേ ഇസ്ലാമിലേക്ക് വരാൻ തടസ്സമായി നിൽക്കുന്നത് നിന്റെ മേൽ ഇറങ്ങിയ ഒരു ആയത്താണ് മുഹമ്മദേ. എന്താണ് പരിഹാരം? ആ ആയത്ത് ഞാൻ പറയാം. വഹിയ ഖൗലുഹു തആല വല്ലദീന ലാ യദ്ഊന മഅല്ലാഹി ഇലാഹൻ ആഖറ വലാ യഖ്തുലൂന അൻ-നഫ്സ അല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ് വലാ യസ്നൂന വമൻ യഫ്അൽ ദാലിക യൽഖ അസാമാ. അല്ലാഹു തആല പറയുന്നത് സത്യവിശ്വാസികളുടെ ഗുണങ്ങൾ, സത്യവിശ്വാസികളുടെ വിശേഷണങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ അള്ളാഹു പറയുന്നു, ആരാണ് സത്യവിശ്വാസികൾ? ലാ യദ്ഊന മഅല്ലാഹി ഇലാഹൻ ആഖറ, അള്ളാഹു അല്ലാത്ത മറ്റൊരു ഇലാഹിനെ, അള്ളാഹുവിന്റെ കൂടെ മറ്റൊരു വസ്തുവിനെ പങ്കുചേർക്കാത്തവൻ, ആരാധിക്കാത്തവൻ, അള്ളാഹു അല്ലാത്ത മറ്റൊരാളെ ആരാധിക്കാത്തവനാണ് മുഅ്മിനീങ്ങൾ. വലാ യഖ്തുലൂന അൻ-നഫ്സ അല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്, അകാരണമല്ലാതെ ഒരാളെയും കൊല്ലാത്തവനാണ്. വലാ യസ്നൂന, വ്യഭിചരിക്കാത്തവനാണ്. ഈ മൂന്ന് കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആയി അല്ലാഹു തആല പറഞ്ഞിട്ട് പറയുന്നു, വമൻ യഫ്അൽ ദാലിക യൽഖ അസാമാ, ഈ പ്രവർത്തനം ചെയ്തവരെ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടും എന്ന് അല്ലാഹു പറയുന്നു. വഇന്നി ഖദ് ഫഅൽതു ഹാദിഹിൽ അശ്യാഅ അസ്സലാസ, മുഹമ്മദേ ഈ മൂന്ന് കാര്യവും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അല്ലാഹ് അല്ലാത്തവരെ ആരാധിച്ചിട്ടുണ്ട്, ഹംസ റളിയല്ലാഹു അൻഹുവിനെ കൊന്നിട്ടുണ്ട്, അതുപോലെ വ്യഭിചാരം ഞാൻ ചെയ്തിട്ടുണ്ട്. ഈ മൂന്ന് അപരാധങ്ങൾ ചെയ്ത എനിക്ക് ഫഹൽ ലീ മിൻ തൗബത്തിൻ, എന്തെങ്കിലും തൗബയുണ്ടോ മുഹമ്മദേ? തൗബയുണ്ടെങ്കിലേ അങ്ങോട്ട് വന്നിട്ട് കാര്യമുള്ളൂ. ഫനസലത്ത് ഹാദിഹിൽ ആയ, അപ്പോൾ അല്ലാഹു തആല ആയത്തിറക്കുകയാണ്, ഇല്ലാ മൻ താബ വആമന വഅമില സ്വാലിഹാ ഫഉലൈക യബ്ദലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്. അല്ലാഹു തആല പറഞ്ഞത് എന്താണ്? ഇല്ലാ മൻ താബ, ഏത് തെറ്റ് ചെയ്തവനാണെങ്കിലും അവൻ തൗബ ചെയ്തു, വആമന, പൂർണ്ണമായും വിശ്വസിച്ചു, വഅമില സ്വാലിഹാ, പിന്നെ സ്വാലിഹായ അമൽ കൊണ്ട് നടന്നു, ഫഉലൈക, അങ്ങനെയുള്ളവർ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ തെറ്റുകൾക്ക് പകരമായി ഹസനാത്തുകൾ കൊടുക്കും എന്ന ആയത്തിറങ്ങിയപ്പോ ഫകതബ ബിദാലിക ഇലാ വഹശിയിൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഹശിയിലേക്ക് ഈ ആയത്ത് അങ്ങോട്ട് എഴുതി അയച്ചപ്പോൾ വഹശിക്ക് എന്തെന്നില്ലാത്ത ആഹ്ലാദവും എന്തെന്നില്ലാത്ത സന്തോഷമുണ്ടായി. പക്ഷേ ഫകതബ ഇലൈഹി, വഹശിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് വീണ്ടും എഴുതി, ഇന്ന ഫിൽ ആയത്തി, മുഹമ്മദേ ആയത്തിൽ ഷർത്തൻ, ഒരു നിബന്ധനയുണ്ടല്ലോ. ആ നിബന്ധന ഏതാ? വഹുവൽ അമലു സ്വാലിഹു, തൗബ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ സ്വാലിഹായ അമല് കൊണ്ട് മുന്നോട്ട് പോകണം, പിന്നെ തെറ്റ് ചെയ്യാൻ പാടില്ല എന്നാണല്ലോ പറഞ്ഞത്. വല അദിരി ഹൽ അഖ്ദിറു അലൽ അമലി സ്വാലിഹി അംലാ, ഇനി എൻ്റെ അങ്ങോട്ടുള്ള ജീവിതത്തിൽ സ്വാലിഹായ അമല് മാത്രമേ ഞാൻ ചെയ്യുകയുള്ളൂ എന്നെനിക്ക് ഉറപ്പ് പറയാൻ പറ്റുന്നില്ലല്ലോ, തെറ്റുകൾ വരാമല്ലോ എന്നുള്ള ആശങ്ക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് അറിയിക്കുമ്പോ ഫനസല ഖൗലുഹു തആല, അല്ലാഹുവിന്റെ ആയത്ത് ഇറങ്ങുകയാണ്, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. വഹശിയോട് പറയുകയാണ്, എഴുതി കൊടുക്കുകയാണ്, എഴുതി അയക്കുകയാണ്. എന്താണ്? ശിർക്കല്ലാത്ത സർവ്വ പാപങ്ങളും പൊറുക്കും. വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ, അല്ലാഹു ഉദ്ദേശിച്ച എല്ലാവർക്കും ശിർക്കല്ലാത്ത സർവ്വ പാപങ്ങളും പൊറുക്കും എന്നുള്ള ആയത്ത് കൊടുക്കുമ്പോൾ ഫകതബ ബിദാലിക ഇലാ വഹശിയിൻ, മറുപടിയായി ഫകതബ ഇലൈഹി, വഹശി വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കത്തയക്കുകയാണ്, ഇന്ന ഫിൽ ആയത്തി ശർത്തൻ, മുഹമ്മദേ വീണ്ടും ഞാൻ ഒരു നിബന്ധന കാണുന്നല്ലോ, ഫലാ അദിരി അയശാഉ അൻ യഗ്ഫിറ ലി അംലാ. അല്ലാഹു തആല പറഞ്ഞ ഈ ആയത്തിൽ ലിമൻ യശാഉ എന്ന് പറഞ്ഞല്ലോ, അല്ലാഹ് ഉദ്ദേശിച്ചവർക്കാണല്ലോ പാപങ്ങൾ പൊറുക്കുന്നത്. അല്ലാഹ് ഉദ്ദേശിച്ചവരിൽ ഞാൻ പെട്ടോ ഇല്ലേ? എൻ്റെ പാപങ്ങൾ പൊറുക്കുമോ ഇല്ലേ? വീണ്ടും ആശങ്ക വെച്ച് വഹശി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കത്തയക്കുമ്പോ ഫനസല ഖൗലുഹു തആല, അല്ലാഹുവിന്റെ ആയത്ത് ഇറങ്ങുകയാണ്,
قل يا عبادي الذين أسرفوا على أنفسهم لا تقنطوا من رحمة الله إن الله يغفر الذنوب جميعا إنه هو الغفور الرحيم. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു ആയത്താണ് ഈ ആയത്ത്. അവസാനമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഹശിയിലേക്ക് അയക്കുകയാണ്. എന്താണ്? ഖുൽ, നബിയെ അങ്ങ് പറയുക, യാ ഇബാദി, എൻ്റെ അടിമകളെ, അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, അവർ അവരുടെ നഫ്സുകളുടെ മേൽ അക്രമം ചെയ്തു, ധൂർത്തടിച്ചു, അനാവശ്യമായ വഴിയിലൂടെ സഞ്ചരിച്ചു നടന്നവർ, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് ആശ മുറിയരുത്, ആശങ്കപ്പെടരുത്. അല്ലാഹു തആല പാപങ്ങൾ പൊറുക്കും. ഒരിക്കലും അള്ളാഹിന്റെ റഹ്മത്തിൽ നിന്ന് നിങ്ങൾ ആശങ്കപ്പെടരുത്. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, എല്ലാ പാപങ്ങളും അല്ലാഹു തആല പൊറുക്കും. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, തീർച്ചയായിട്ടും അല്ലാഹ് പാപങ്ങൾ പൊറുക്കുന്നവനാണ്, അല്ലാഹ് കാരുണ്യവാനാണ് എന്നുള്ള അചഞ്ചലമായ വിശ്വാസത്തോടുകൂടെയുള്ള ആ വളരെ വലിയ പ്രഖ്യാപനം വഹശിയിലേക്ക് അയച്ചപ്പോൾ فكتب إليه إلى وحشي കത്തയച്ചു. ഫലം യജിദ് ഫീഹാ ശർത്തൻ, ഈ ആയത്ത് അങ്ങോട്ട് കേട്ടപ്പോൾ വഹശിക്ക് പിന്നെ രണ്ടാമതൊന്നും പറയാൻ ഉണ്ടായില്ല. എന്തെങ്കിലും പറഞ്ഞ് രക്ഷപ്പെടാനോ പിന്നോട്ട് പോകാനോ ഒന്നും ഉണ്ടായില്ല. പിന്നെ മുസ്ലിം ആകലല്ലാതെ വേറെ മാർഗമില്ല. അങ്ങനെ ഫതഖദ്ദമൽ മദീനത വഅസ്ലമ, വഹശിയ മദീനയിലെത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടു, ക്ഷമാപണം നടത്തി, മുസ്ലിമായി എന്ന ചരിത്രം പ്രിയപ്പെട്ടവരെ കിതാബുകളിൽ കാണാം. ഇതൊന്നും നമ്മൾ ചെയ്യാത്തവരാണ്. ഈ പ്രവർത്തനങ്ങളൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. നമ്മുടെ കയ്യിൽ നിന്ന് എന്തൊക്കെയോ ചെറിയ ചെറിയ തെറ്റുകളായിരിക്കും ഉണ്ടാവുന്നത്. അതൊക്കെ റബ്ബ് തആല ഇത് പൊറുത്തെങ്കിൽ അതെന്തായാലും പൊറുക്കും. പക്ഷേ റബ്ബിനോട് ഇസ്തിഗ്ഫാർ നടത്തണം, റബ്ബിനോട് തൗബ ചെയ്യണം, റബ്ബിനോട് വിഷയങ്ങൾ വിശദമായി പറഞ്ഞ് കേണപേക്ഷിക്കണം. അപ്പോൾ മാത്രമാണ് കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്നൊരു പഴഞ്ചൊല്ലല്ല, യാഥാർത്ഥ്യമാണ്. എന്നതുപോലെ റബ്ബിനോട് നമ്മൾ എത്ര പറയുന്നോ, റബ്ബിനോട് നമ്മൾ എത്ര കരയുന്നോ, റബ്ബിലേക്ക് നമ്മുടെ കൽബും കണ്ണും ഉയർത്തുന്നോ, അതനുസരിച്ചാണ് അള്ളാഹു നമുക്ക് പ്രതിഫലം നൽകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പാപങ്ങളെല്ലാം പുറത്തു തരുമാറാവട്ടെ. ഈ വലിയ അർത്ഥമുള്ള ഈ ചരിത്രം നമ്മൾ മറക്കരുത്. എപ്പോഴും നമ്മൾ ഓർമ്മ വേണം, അല്ലാഹു തആല ഒരാളോടും വാശിയും വൈരാഗ്യവുമില്ല. എല്ലാവർക്കും പുറത്തു കൊടുത്ത് എല്ലാവരെയും സ്വർഗത്തിൽ കടത്തണമെന്നത് തന്നെയാണ് അള്ളാഹുവിൻ്റെ തീരുമാനം. അള്ളാഹുവേ, ഞങ്ങളെ നീ സുവലോക സ്വർഗത്തിൻ്റെ അഹ്ലുകാരാക്കി ജീവിപ്പിച്ച് മരിപ്പിക്കണമേ. അല്ലാഹുമ്മ ഗ്ഫിർലി യാ അർഹമർ റഹീമീൻ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.